മോളെ ശ്രീലക്ഷ്മി, വല്യമ്മേ. കഷായവും മരുന്നൊക്കെ കഴിച്ചു തുടങ്ങാം. തുടങ്ങും വല്യമ്മേ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ കണക്ക്. മരുന്നുണ്ടാക്കിയത് ഞാനാണെങ്കിലും പകുതി കാര്യം ദൈവം വിചാരിക്കണം. അവരുടെ ഏതോ ഫാമിലി ഇഷ്യൂസുമായിട്ട് ഓടി നടക്കുക. ഈ തക്കം നോക്കി നീ ന്യൂയോർക്കിൽ പോയി അനന്തപിള്ളയുടെ മകളെ കാണ്. കല്യാണം കഴിച്ചിട്ടേ തിരിച്ചു വന്നാ മതി. അല്ല, കല്യാണമൊക്കെ അല്ലേ അമ്മ, എന്നെ ഫോണിലൂടെ ഒന്ന് അനുഗ്രഹിക്കണം. നിനക്കെന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ശരി അമ്മേ. ശരി മോനെ. ആ യമുന മാഡം. രാജു, ഇപ്പൊ പോയ അവനെ കിട്ടും. അല്ലെങ്കിൽ അവൻ അമേരിക്കയിലേക്ക് പോവാ. ആര്? ആ ദീപക്. ഇപ്പൊ ദീപക്കും അമ്പയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഞാൻ കേട്ടതാ. അവനെ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് വിടാം. ശരി. എന്താ രാജു? നമ്മൾ കാത്തിരുന്ന ഒരു കാര്യം നടപ്പാക്കാൻ സമയമായി. നീ ഇതുവരെ സ്റ്റേറ്റ്സിലേക്ക് പോയില്ലേ? പോയില്ല അങ്കിളെ. ഈ വെള്ളിയാഴ്ച പോണമെന്ന് വിചാരിക്കുന്നു. അങ്കിളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പോകണമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്റെ കേസ് അതൊരൽപ്പം വൈകും. കോടതിയിൽ കിടക്കുന്ന കാര്യമല്ലേ. കാലാവധി നീളുന്നതാ ഏറ്റവും വലിയ ശിക്ഷ. അല്ല, ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല അങ്കിളെ. കാലത്തിനനുസരിച്ചുള്ള മാറ്റം കോടതികളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേസ് എങ്ങനെയാണെങ്കിലും അത് വേഗത്തിൽ അവസാനിപ്പിക്കും. അതെന്ത് വായിക്കോട്ടെ. എന്റെ മരുമോനാകാൻ പോകുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അങ്കിളെ? പോളിറ്റിക്സ് അല്ല ഫാമിലി ലൈഫ്. പോളിറ്റിക്സില് നമ്മൾ ചതിയും വഞ്ചനയും കാലുവാരലും ഒക്കെ നടത്തും. പക്ഷേ കുടുംബജീവിതം അങ്ങനെയല്ല. അങ്കിള് പറയ്. എന്റെ ഗാർഡിയനല്ലേ അങ്കിള്. അങ്കിൾ എന്ത് പറഞ്ഞാലും ഈ മരുമോൻ കേൾക്കും. പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെപ്പോലെ ദുഷ്ട സ്വഭാവമുള്ള ആളുകളല്ല എന്റെ ഭാര്യയും മകളും. അവര് വെറും പഞ്ചപാവങ്ങളാ. എന്റെ ആമകള് വർഷക്കാരാ. അങ്ങനെയല്ല എന്റെ ഈ ഒരു മകളും എന്റെ ഭാര്യയും വെറും സാധുക്കളാണ്. നിന്നെ A to Z എനിക്കറിയാം. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞും നിനക്ക് നിന്റെ പഴയ സ്വഭാവത്തിൽ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ. അയ്യോ അങ്കിളെ, അങ്കിളുടെ മകളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതോടെ ഞാനൊരു പുതിയ ദീപക്കായി മാറും. മാറണം. എന്റെ മകളെയും ഭാര്യയെയും നീ പൊന്നുപോലെ നോക്കണം. ഭാര്യയെ നോക്കാൻ മുംബൈയിൽ എന്റെ അനന്തരവളുണ്ട്. പിന്നെ ഭാര്യ കൂടെ വന്നാൽ നീ അവളെയും നോക്കണം. 100% അങ്കിളെ. നേരത്തെ പറഞ്ഞു ഉറപ്പിച്ച പോലെ എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഏക അവകാശി നീയും എന്റെ മകൾ നന്ദനിയുമാണ്. പിന്നെ അവളുടെ നമ്പർ ഇന്നലെ മുതൽ മാറിയിട്ടുണ്ട്. പുതിയ നമ്പർ നീ സേവ് ചെയ്ത് വെച്ചോ. പറഞ്ഞോ അങ്കിളെ. അപ്പോ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടെങ്കിലേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം അങ്കിളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. യു ആർ വെൽക്കം. വീണടം വിഷ്ണു ലോകമാക്കുന്നവനാ ഈ അനന്തം പിള്ള. ആ അച്ഛന്റെയും മകളുടെയും കഥ തീരുമാനിക്കുന്നത് ഈ ഞാനാ, ഈ അനന്തം പിള്ള.
ശ്രീ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ടതില്ല. അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ഏത് തരത്തിൽ നോക്കിയാലും ഹരീഷ് വളരെ നല്ലവനാ. സ്വന്തം അമ്മ ആരാണെന്ന് അവന് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. അതവൻ വൈകാതെ മനസ്സിലാക്കും. അപ്പൊ അവൻ നിന്റെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കും. മോളെ ശ്രീലക്ഷ്മി, വല്യമ്മേ, കഷായവും മരുന്നും ഒക്കെ കഴിച്ചു തുടങ്ങാം. തുടങ്ങും വല്യമ്മേ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ കണക്ക്. മരുന്നുണ്ടാക്കിയത് ഞാനാണെങ്കിലും പകുതി കാര്യം ദൈവം വിചാരിക്കണം. എന്നാ അപ്പം ദൈവത്തെ പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങാം. മോളെ കൃതികേ, ഹോ, കൃതിക കത്രിയൊന്നുമല്ല, ഋതിക, ഋതുമോൾ. എനിക്ക് കൃതിക എന്നേ വരൂ. മോളെ, എന്താ വല്യമ്മേ? മോൾ ഐശ്വര്യമുള്ളവളാ, ശുദ്ധഗതിക്കാരി. പിന്നെ ഈ മരുന്ന് ശ്രീലക്ഷ്മിക്ക് കൊടുക്ക്. ഇനി ഒരു അരിഷ്ടമുണ്ട്, അത് കിടക്കാൻ നേരത്ത് തരാം. ആ രാധമ്മേ, എന്താ അമ്മേ? പിന്നെ മോളുടെ അടുത്തിരുന്ന് കഞ്ഞി കോരി കൊടുക്ക്. ഒരമ്മയും കുഞ്ഞും തൊള്ളയെ ചവിട്ടി തേച്ചിട്ടിപ്പൊ വന്നിരിക്കുന്നു. ദൈവമേ, ഈ കാഴ്ച എത്ര പ്രാർത്ഥിച്ചതാ. അല്ല, ഈ പശു കിടാവിനെ ചേർത്ത് നിർത്തുന്ന കണ്ടിട്ടുണ്ടോ? കോഴി കാക്കയ്ക്കും പരന്തിനും കൊടുക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ?